ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാചകവും ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. ഞാൻ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരാൾ മരിച്ചിരുന്നു. അതായത് ആ മരിച്ച ആളിൻ്റെ മകളാണ് നമ്മുടെ അടുത്ത് താമസിച്ചിരുന്നത്. ആ അമ്മച്ചിയെ 2-3-4 മാസക്കാലമായിട്ട് ഇവിടെ ആയിരുന്നു നോക്കിയിരുന്നത്. ആ അമ്മച്ചി കഴിഞ്ഞ ദിവസം തലയിലെ ഞരമ്പ് പൊട്ടി പ്രഷർ കൂടി മരിച്ചുപോയി. ആ ഡെഡ് ബോഡി കാണാൻ കറ്റാനത്ത് പോയിരുന്നു. കറ്റാനത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. പോയി വന്നു കഴിഞ്ഞ് ഞാൻ കഞ്ഞിയൊക്കെ വെച്ചിട്ടാണ് പോയത്. കഞ്ഞി ഊറ്റിയിട്ടു. രാവിലത്തെ ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് തയ്യാറാക്കി കൊടുത്തു. അതൊക്കെ അമ്മ കഴിച്ചിട്ട് ഞാൻ കഞ്ഞി ഊറ്റി എങ്ങനെ ഇട്ടിരിക്കുന്നു, സമയം ഇപ്പോൾ 6 മണിയായി. കഞ്ഞി എങ്ങനെ ഊറ്റിയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഒരു ഭക്ഷണവും അമ്മ കഴിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ? ഞാൻ എങ്ങനെയാണ് വെളിയിലൊക്കെ പോകുന്നത്? ഈ കണക്കിന് നോക്കുമ്പോൾ എങ്ങോട്ടും എനിക്ക് പോകാൻ പറ്റില്ല അമ്മ ഇട്ടിട്ട്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടവും ഉണ്ട്. എന്ത് ചെയ്യാനുള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഈ യൂട്യൂബിൽ കൽക്കണ്ടം ചാനൽ എന്ന് പറയുന്നൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. ആ പുള്ളിയുടെയൊക്കെ വല്യമ്മച്ചിയാണ് ഈ മരിച്ചേക്കുന്നത്. അവരുടെ റിലേഷനാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. നിങ്ങളെ ഞാൻ കാണിക്കാം. കഞ്ഞി ഊറ്റിട്ടിട്ട് പോയേക്കുന്നത് അതേമാതിരി കിടപ്പുണ്ട്. അത് നൂർത്ത് ചോറെടുത്ത് കഴിച്ചാൽ മതി. കറികളൊക്കെ ഞാൻ വെച്ചിട്ടാണ് പോയത്. എല്ലാം അതുപോലെ ഇരിപ്പുണ്ട്. കാണിക്കാൻ ഞാൻ. സമയം 6 മണിയായി. ഞാൻ പോയപ്പോഴേ 11:15 പോയത്. ഊറ്റിയിട്ടത് ഒരു 11 മണിയായപ്പോഴേ എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് 11 മണിയായപ്പോഴാണ് ഞാൻ കഞ്ഞി ഊറ്റിയിട്ടത്. ഊറ്റിയിട്ട കഞ്ഞി അതുപോലെ കിടപ്പുണ്ട്. നൂർത്ത് വിട്ടില്ല, ഒന്നുമില്ല. ഊറ്റി എങ്ങനെ ഇട്ടോ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഈ അമ്മയെ ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിൽ ഇട്ടിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുന്നത്? ഇത് കണ്ടോ കൂട്ടുകാർ, ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത്. ഇനി ഞാൻ ഈ ചോറൊന്ന് നൂർത്ത് വയ്ക്കും. രണ്ട് ബോള് പോലെ ഇരിക്കുകയാണ് ചോറ് ഇതുണ്ട് ഈ പരുവായിട്ടിരിക്കുകയാണ്. കട്ട കെട്ടിയിരിക്കുകയാണ്. ഇനി ഇത് കട്ട തവി കൊണ്ട് ഒന്ന് ഉടച്ചിട്ടിട്ട് കുറച്ചെടുത്ത് ചൂടാക്കിയെടുക്കാം. ബാക്കി ഫ്രിഡ്ജിൽ അതുപോലെ വിളമ്പി വയ്ക്കാം. കുറേ നേരം കൊണ്ട് കിടക്കുമല്ലേ, അത് കട്ടയായിട്ട് ഇരിക്കുകയാണ്. എന്ത് ചെയ്യാം? ചായയൊക്കെ ഇട്ട് അമ്മയ്ക്ക് കൊടുത്തു. ഞാനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. തോരനിരിപ്പുണ്ട്, സാമ്പാർ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ അമ്മയ്ക്ക് കഴിക്കാമായിരുന്നു. ഇനിയും എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ എല്ലാം വെച്ചിട്ട് അമ്മയ്ക്ക് കഞ്ഞിയായിട്ട് കൊടുക്കും. അപ്പോഴേക്കകത്ത് പനിയാണ്, പനിയുടെ ഒരു ലക്ഷണമുണ്ട്. പനിയായിട്ടൊന്നുമല്ല, ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെയാണ്. ഭക്ഷണം കഴിക്കത്തില്ല. ഭക്ഷണം അതുപോലെ അവിടെ ഇരിക്കും. ഇനിയും എന്തെങ്കിലും ഒന്ന് കഞ്ഞിയാക്കി എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയുടെ വെല്ലം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോയ കൂട്ടത്തിലൊരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു. അവൾ പറയുമായിരുന്നു, ആൻറ്റി ഞാൻ വീഡിയോ നിർത്തുന്നത് നിർത്താം, ആൻറ്റി എന്നെക്കൊണ്ട് പറയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞ് ലാസ്റ്റിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം അതുകൂടെ ഒന്ന് കേട്ട് നോക്കൂ. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഡിണ്ടുകല്ലോ എന്തോ അവിടെ കണ്ട് തമിഴ്നാട്ടിലാണ്. അവിടെ ഡിണ്ടുകൽ അവളെ കല്യാണം കഴിച്ച ഓമല്ലൂരോ. ഞാൻ എടുക്കാപ്പേ
ഞങ്ങൾ പോയ വഴിക്ക് ഇവിടുന്ന് കയറി ഭക്ഷണം കഴിച്ചു. പേര് കേട്ടതാണല്ലോ അമ്മച്ചിക്കടയെന്ന്. ഇതാണോ വേറെ അമ്മച്ചിക്കടയുണ്ടോ എന്നൊന്നും അറിയില്ല. അടൂർ അമ്മച്ചിക്കട എന്ന് കണ്ടിടത്ത് നമ്മൾ കയറി നല്ല ഭക്ഷണമാണെന്നും വെച്ച് കയറി. പക്ഷേ പറയുന്നത് പോലെ അത്ര നല്ല ഭക്ഷണങ്ങളൊന്നുമല്ല. അപ്പോൾ അവിടുത്തെ സ്ഥിതി ഒന്ന് കണ്ടു നോക്കാം. അമ്മച്ചിക്കടയുടെ സ്പെഷ്യൽ കറികളെല്ലാം വെന്തല്ലേ? ഇവിടെ ചോറ് മാത്രമേ വയ്ക്കത്തുള്ളൂ. ആ ആ ആ ആ വീട് ചിറ്റാറ്. ആ സാമ്പാറിന് വേണ്ടിയുള്ള പച്ചക്കറി അരിഞ്ഞു വെച്ചേക്കുവാണല്ലേ? അവിയലിനുണ്ടോ? അപ്പൊ രാവിലെ എത്ര മണിയാകുമ്പോഴത്തേന് പരിപാടി തുടങ്ങും? ആ ആൾക്കാരെ എന്റെ വീട് കൂടെ അതുകൊണ്ട് ഞാൻ രാവിലെ 6:30 എല്ലാവരും പിന്നെ ഞാൻ ഈ കടയുടെ പ്രത്യേകത ഒരു ഓല മേഞ്ഞ ഷെഡാണ്. ഒരു ഹോസ്പിറ്റാസ് ഇട്ടതിൻ്റെ മണ്ടയ്ക്ക് സൈഡിൽ ഓല കുത്തി മറച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഷെഡ് മാത്രമാണ് ഈ കട. ഞങ്ങൾ വെറും ചോറ് മാത്രമാണ് മേടിച്ചത്. അതായത് വെജിറ്റബിൾസ് മാത്രം കണ്ടു നോക്കൂ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ഒരിടത്ത് പോയിട്ട് വന്നിട്ടൊരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഓമല്ലൂരായി. അപ്പം ഞങ്ങൾ ഒരു ഇത് കഴിഞ്ഞിട്ട് വന്നതാണ്, ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നതാണ്. തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങുവാണ്. അപ്പം വണ്ടി ഒരു സൈഡ് നിർത്തിയേക്കുവാണ്. ഞങ്ങൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതിനുശേഷം ബൈ.